യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധിയുള്ള ഒരു ദേവാലയമാക്കി മാറ്റാമെന്നൊരു വ്യക്തത ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുനാഥൻ തൻ്റെ വിമർശകരോട് പറയുന്നതും ഇപ്രകാരം തന്നെയാണ്. തൻ്റെ ശരീരമായ ആലയത്തെ നശിപ്പിക്കുവാനും 3-ാം ദിവസത്തിനകം ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. നമുക്ക് ഒന്ന് ഈ വചനം വിചിന്തനം ചെയ്തു നോക്കാം. നമ്മുടെയും ഓരോരുത്തരുടെയും ഈ ശരീരം തന്നെയല്ലേ ദൈവത്തിൻ്റെ ആലയം. നാം അത് നശിപ്പിക്കും തോറും ദൈവത്തിൻ്റെ ആലയം കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പാപത്തിലൂടെയും തിന്മകൾ പ്രവർത്തിച്ചും നാം നമ്മുടെ ശരീരം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നോൻപ് കാലത്തിൽ നമുക്ക് ഈശോയെപ്പോലെ ശുദ്ധിയുള്ളവനായി ജീവിക്കുവാനും എല്ലാവരെയും അറിഞ്ഞ് സ്നേഹിക്കുവാനും സഹായിക്കുവാനും നമുക്ക് സാധിക്കണം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശുദ്ധന്മാരുടെ ഒരു ഗണമെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ മിക്ക വിശുദ്ധന്മാരും തൻ്റെ പുത്രൻ്റെ പീഡാനുഭവം ചിന്തിച്ചുകൊണ്ടാണ് അവർ തൻ്റെ ജീവൻ ത്യജിച്ചത്. നമുക്കും അവരെപ്പോലെ നല്ല വിശുദ്ധിയിൽ ജീവിക്കുവാനും എല്ലാവരെയും സഹായിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.